നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കയ്യിന്ന് നീ എവിടം വരെ ഓടി രക്ഷപ്പെടും ഗംഗേ? ഈ രാഹുല് കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയും കൊണ്ടേ പോവും. ഹലോ ടീച്ചർ. ഹലോ മഹി സാർ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതായിരുന്നു. പറഞ്ഞോളൂ ടീച്ചർ. ഇന്ന് മാളവികയുടെ അമ്മയുടെ വീട്ടിൽ നിന്നും മാളവികയുടെ ഗ്രാൻഡ് മദറും അങ്കിളും കാണാൻ വന്നിരുന്നു. അവർ കുറെ സമയം മാളവികയോട് സംസാരിച്ചിട്ടാ പോയത്. മാളുവിനെ മറ്റാരും സ്കൂളിൽ വന്ന് കാണാൻ അനുവദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അവർ വന്നതും മാളുവിനെ കണ്ട് സംസാരിക്കുന്നതും അവർ പോകാൻ നേരത്താ ഞാൻ അറിഞ്ഞത്. ആ, ഇങ്ങനെ എക്സ്ക്യൂസ് പറയുന്നത് വലിയ കഷ്ടമാണ് ടീച്ചർ. എന്റെ മോളെ അവരെന്തെങ്കിലും പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോയാൽ ആര് സമാധാനം പറയും? സാറിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി, ഇനി ആര് സ്കൂളിൽ വന്ന് മാളുവിനെ കാണാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. ശരി സാർ. അവരെന്തിനായിരിക്കും മാളുവിനെ സ്കൂളിൽ ചെന്ന് കണ്ടത്? എന്റെ അടുത്തുനിന്ന് മാളുവിനെ പിരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അവരെന്തെങ്കിലും കള്ളക്കളികൾ നടത്തിയാൽ എല്ലാത്തിനും ഞാൻ മഹി, എന്താ മഹി, എന്തു പറ്റി? എന്തോ തലവേദന പരിപാടി വന്ന് കയറിയെന്ന് തോന്നുന്നു. ബിസിനസ് പ്രശ്നങ്ങളാണോ? ബിസിനസ്സിന് എന്ത് തലവേദന വന്നാലും ഞാനത് ഈസിയായിട്ട് മാനേജ് ചെയ്യും. ഇനി കുറെ പ്രശ്നമുള്ള കാര്യമാണെങ്കിലും ഞാനത് മനസ്സിലേക്ക് കയറ്റില്ല. പിന്നെ നിനക്കിപ്പോൾ എന്താ പറ്റിയേ? ഇന്ദിര, ഗൗരിയുടെ അമ്മയും ഗോകുലും കൂടി സ്കൂളിൽ ചെന്ന് മാളുവിനെ കണ്ടിരിക്കുന്നു. അവർ കുറെ സമയം മാളുവിനോട് സംസാരിച്ചെന്നാ ടീച്ചർ പറഞ്ഞത്. എടാ, അതിന് നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ? പിന്നെ ഞാൻ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? അവരുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാവുന്നല്ലേ ഇന്ദ്ര? അവരെന്തൊക്കെയാ മാളുവിനോട് പറയുന്നതെന്ന് നമ്മൾ എങ്ങനെ അറിയാനാ? അവര് മാളുവിനോട് എന്തു പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അവരുടെ ഒരു കളത്തരവും മാളുവിന്റെ അടുത്ത് നടക്കില്ല. മാളു നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. പോരാത്തേന് നിന്നോടും ഗംഗയോടും നല്ല സ്നേഹവുമാണ്. നിങ്ങളുടെ അടുത്തുനിന്ന് മാളുവിനെ പിരിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. പിന്നെ അവര് കേസും കോടതിയുമായി കയറി ഇറങ്ങുന്നുണ്ട്, ഒരു പ്രയോജനമില്ല. മാളു നിങ്ങളുടെ അടുത്ത് സുരക്ഷിതയാണെന്ന് തെളിയിച്ചാലേ അവർക്കതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റൂ. അതൊക്കെ എനിക്കറിയാം ഇന്ദിര. എന്നാലും മനസ്സിലെവിടെ ഒരു പേടിയുണ്ട്. അതിന്റെ കാരണം എനിക്കറിയില്ല. അത് മാളുവിനോടുള്ള നിന്റെ സ്നേഹ കൂടുതൽ കൊണ്ട് നിനക്ക് തോന്നുക. നീ ഒരുപാട് സ്നേഹിച്ച ഗൗരിയെ നിനക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ വേദന നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അണയാതെ കിടപ്പുണ്ട്. ആ വേദന ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആയി പ്രതിഫലിക്കുന്നതാണ് നിന്റെ ടെൻഷൻ. അതിനൊരാവശ്യമില്ല. നീ സമാധാനമായിട്ടിരിക്കെ. മാളുവിനെ ആരും നിന്റെ അടുത്തൊന്നും കൊണ്ടുപോയില്ല. അന്നെല്ലാം ചേച്ചിയായിരുന്നു രക്ഷിച്ചത്? അതെ. ഞാൻ കരുതിയിരുന്നത് ശ്രീ മഹേശ്വരൻ എന്നെ രക്ഷിച്ചെന്നാ. ശരിക്കും അത് അങ്ങനെയല്ലേ? ശ്രീ മഹേശ്വരൻ അറിയാതെ ഈ പ്രപഞ്ചത്തിലെ ഒരു പുൽക്കൊടി പോലും ചലിക്കില്ല. എന്നെ കൃത്യസമയത്ത് എത്തിച്ച് ഗംഗയെ രക്ഷിക്കാനുള്ള പ്രാപ്തി തന്നതും അത് ചെയ്യിപ്പിച്ചതും എല്ലാം ഭഗവാൻ തന്നെയാ. സമാധാനായി. അയാൾ ഉപദ്രവിക്കാൻ വന്നാലും എന്നെ രക്ഷിക്കാൻ ചേച്ചിയുണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കരുത് ഗംഗെ.
ആർക്കും ഒരാളെയും എല്ലാ കാലവും രക്ഷിക്കാനും സംരക്ഷിക്കാനും കഴിയില്ല. അതിന് നമ്മൾ സ്വയം പ്രാപ്തരാവണം. നമ്മൾ സ്ത്രീകൾ പ്രതികരിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ അവരെ ഭയക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള ഹരം കൂടും. അവർ വീണ്ടും വീണ്ടും അതിന് ശ്രമിക്കും. അവർക്ക് ശക്തി കൂടുതലല്ലേ ചേച്ചി? നമുക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നമ്മള് എത്രയൊക്കെ ശ്രമിച്ചാലും അവരെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. ഈ ചിന്തയിൽ തന്നെ നീ തോറ്റുപോകും ഗംഗെ. ജയിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ പോലും ഇത്തരം ചിന്തകൾ മനസ്സിലുള്ളപ്പോ സാധിക്കില്ല. മറ്റുള്ളവർക്ക് ഇരകളാവാൻ നിൽക്കാതെ പ്രതികരിക്കേണ്ടവരാ നമ്മൾ സ്ത്രീകൾ. ഒരിക്കൽ നമ്മൾ എതിർത്ത് തോൽപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവര് നമ്മുടെ മുന്നിൽ വരാൻ പോലും ഭയക്കും. ഒരു ആനയെ ചിരിക്കാൻ ഉറുമ്പിന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഒരു ആണിനെ ചെറുക്കാൻ നമുക്ക് പറ്റുന്നില്ല? ഇനി രാഹുൽ നിന്നെ ഉപദ്രവിക്കാൻ വന്നാൽ രക്ഷിക്കാൻ ഞാൻ വരില്ല. നീ സ്വയം രക്ഷപ്പെടണം. നിന്റെ ഉള്ളിലെ ശക്തി എന്താണെന്ന് നീ തിരിച്ചറിയണം. പ്രതികരിക്കണം. ശ്രീ മഹേശ്വരന്റെ ഭാര്യയായ പാർവതി ദേവിയെ അസുരന്മാർ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ശ്രീ മഹേശ്വരൻ രക്ഷിക്കാൻ വന്ന കഥ കേട്ടിട്ടില്ലേ? അന്ന് തന്നെ രക്ഷിക്കാൻ വരാത്തത് എന്താണെന്ന് ഭഗവാനോട് ദേവി ചോദിച്ചപ്പോ ശ്രീ മഹേശ്വരൻ പറഞ്ഞ മറുപടി, ഈ ലോകം മുഴുവൻ ഭസ്മമാക്കാൻ കഴിവുള്ള നിന്നെ കേവലം ഒരു അസുരനിൽ നിന്നും രക്ഷിക്കാൻ ഞാൻ എന്തിനു വരണമെന്നാണ്. ആ വാക്കിൽ നിന്ന് സ്വയം തിരിച്ചറിഞ്ഞ ദേവി മഹാകാളിയായി അസുരന്മാരെ എല്ലാം കൊന്നൊടുക്കി. അതുകൊണ്ട് നിന്നെ രക്ഷിക്കാനുള്ള കഴിവ് നിനക്കുണ്ടെന്ന് നീ തിരിച്ചറിയണം ഗംഗേ. എപ്പോഴും ശത്രുവിനെ ജയിക്കാൻ ശക്തി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബുദ്ധി കൊണ്ടും ജയിക്കാം. ചേച്ചി പറഞ്ഞതെല്ലാം ശരിയാ. ഞാൻ ഇനി പ്രതികരിച്ചോളാം. മിടുക്കി. എന്നാ ഗംഗയുടെ ജോലികൾ നടക്കട്ടെ. ഞാൻ പിന്നെ വരാം. ശരി. പിടിക്ക്. വിട്, വിട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.